ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ആദ്യം പറയാനുള്ളത് പറഞ്ഞാൽ ഒമാനും ഇറാനും തമ്മിലൊരു അഗ്രിമെൻറ്റിലേക്ക് എത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ള ഒരു സംഭവമാണ്. അതായത് ഹോർമോസിൻ്റെ ഒരു ഓപ്പണിംഗ് അവർ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്ന ഒരു പരിപാടി. US വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു സൈനാണ്. ആ ഒരു അഗ്രിമെൻറ്റിലൂടെ ഹോർമോസ് ഓപ്പൺ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസസ് അത്യാവശ്യം നന്നായിട്ട് കുറയും. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ അത്യാവശ്യം ഒരു 1.5% ഒരു ഡൗൺ സിറ്റുവേഷൻ ഉണ്ട്. അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിലല്ല നിൽക്കുന്നത്, പക്ഷേ ലോവസ്റ്റ് പോയിന്റിൽ ഒരു ഇച്ചിരി മേളിൽ, ബിക്കോസ് ഒരു സൗദി ഷിപ്പിന് ഒരു ഹൂദീസിൻ്റെ ഒരു അറ്റാക്ക് വന്നിരുന്നു. സോ ലോവസ്റ്റ് പോയിന്റിലല്ല എങ്കിലും ലോവർ ഏരിയയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇറ്റ്സ് അറൗണ്ട് 7,100 എന്നുള്ളൊരു ലെവലിലാണ്. അത് വളരെ നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ പ്രൈസസ് കുറഞ്ഞു വരുന്നുണ്ട്. $78 ലെവലിലേക്ക് അത് വരുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ GDP ഡേറ്റ ഇന്നലെ വന്നിരുന്നു. അപ്പോൾ ആ ഡേറ്റാസിൽ നോക്കുമ്പോഴും നമ്മുടെ ഇൻഫ്ലേഷൻ്റെ റീസൺ ആയിട്ട് പറയുന്നതും ക്രൂഡ് ഓയിലിൻ്റെ ഹയർ പ്രൈസാണ്. ഇപ്പോൾ ഹയർ പ്രൈസിൽ നിന്ന് അത് ലോവർ പ്രൈസിലേക്ക് താഴെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ന്യൂസസ് കാരണം സ്റ്റേബിൾ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ആ ഇൻഫ്ലേഷൻ വീണ്ടും കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട്. സോ ഇതെല്ലാം മാർക്കറ്റിലൊരു പോസിറ്റിവിറ്റി നിൽക്കുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിൽ അത്ര പോസിറ്റീവ് ആയിട്ടില്ല. ബാങ്കിങ് സെക്ടർ പോസിറ്റീവ് ആവാനുള്ള നല്ല സാധ്യതകൾ കാണുന്നുണ്ട്. ആയിട്ട് മാത്രം അതിനെക്കുറിച്ചിട്ട് ഫോക്കസ് ചെയ്താൽ മതി. പിന്നീട് നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് 660 ഉള്ളിലാണ് നിൽക്കുന്നത്. അതിലേക്ക് വരാം, നമ്മുടെ ചാർട്ട് അനാലിസിസിലേക്ക് വരാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്ന കുറച്ച് സ്വിംഗ് സ്റ്റോക്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ ബജാജ് ഫിനാൻസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. LNT, ടൈറ്റൻ പോലുള്ള സ്റ്റോക്സ് വാച്ച് ചെയ്യേണ്ടതാണ്. LNTയും ഇന്നലെ 1.5% കയറി. അപ്പോൾ ഒരു സ്വിങ്ങിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ട്രക്ചർ മാർക്കറ്റിനകത്തുണ്ട്. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുക. മാർക്കറ്റിലൊരു 2 months ഒരു വിൻഡോ ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെക്റ്റിംഗ് അറൗണ്ട് ഒരു 26,500 ഉള്ളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ പോലും ഈ ഒരു സിറ്റുവേഷനിലല്ല നിൽക്കുന്ന. മൂവ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 26,500 to 26,500 റേഞ്ചിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ട്. സോ ഓൾ ടൈം ഹൈൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷൻ വന്നേക്കാം. വേറെ വലിയ ബാഡ് ന്യൂസസ് നമ്മുടെ മാർക്കറ്റിനകത്തില്ല. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഡേറ്റ. നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു ചാർട്ട് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ട്രേഡിങ് അറൗണ്ട് ദി അപ്പർ ഹാഫ് ഓഫ് ദറ്റ് റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ ആ ഒരു അപ്പർ ഹാഫിൻ്റെ അടുത്തേക്ക് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 26,600 റേഞ്ചിലായിരുന്നു, 24,600 റേഞ്ചിൽ. അപ്പോൾ ഇനി അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 25,600 റേഞ്ചിലേക്ക്. ഞാൻ നേരത്തെ 26,600 പറഞ്ഞിരുന്നു, അല്ല 25,600 to 800 റേഞ്ചിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. 26,000 പോകാനുള്ള ഒരു ബുള്ളിഷ്നെസ് ഇപ്പോൾ ഇല്ല, വരുമായിരിക്കാം. അതായത് ഇപ്പോൾ വരുന്ന ഈ ഒരു മൊമെൻറ്റത്തിന് ഒരു കണ്ടിന്യൂറ്റി ഭാവിയിൽ വരുമ്പോഴായിരിക്കും അത് മൂവ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു മൊമെൻറ്റം എന്ന് പറയുന്നത് 25,600 to 25,800 റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. 26,000 ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കാം. പക്ഷെ അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മേളിലേക്ക് വീണ്ടും പോകാനുള്ള നല്ല സാധ്യതകൾ ഉണ്ട്. അപ്പോൾ വാച്ച് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് ദിവസം പറഞ്ഞിരുന്ന 1-2 സ്റ്റോക്കുകളുണ്ട്. അതിലിപ്പോൾ ഒരു ഇൻഫോസിസ് കിടപ്പുണ്ട്, SBI കിടപ്പുണ്ട്. ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ 2 സ്റ്റോക്കുകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി സ്റ്റോക്സ് ആയിട്ടില്ല. വേറെ ഇത് ഇപ്പോൾ ഈ പറയുന്ന ലെവൽസ്, ഇപ്പോൾ ഞാനൊരു ഫ്ലാഗ് പാറ്റേൺ ആയിട്ട് എടുക്കുന്നുണ്ടാവും. സോ ലിറ്ററലി ഇതിൻ്റെ പാറ്റേൺ വൈസ് ഇതായിരിക്കും അതിൻ്റെ അനാലിസിസ്. അപ്പോൾ ഇതൊരു ഹയർ ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 660, 720 മേളിലേക്ക് പോയിക്കഴിഞ്ഞാൽ മാർക്ക് ചെയ്യേണ്ട ലെവൽസ് 24,660, 24,720, 24,800, 24,880, 25,000 എന്നിങ്ങനെ ഉള്ള ലെവൽസാണ് നമുക്ക് മേളിലേക്ക്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്.
സോ അത് വാച്ച് ചെയ്യുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം മാർക്കറ്റിൻ്റെ സപ്പോർട്ടും കൂടെ പറഞ്ഞിട്ട് പോകും. 24,600, 520, 440 എന്നിങ്ങനെ 3 ലെവൽസ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ 3 ലെവൽസ് കൂടെ സപ്പോർട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിലായിട്ട് എടുത്ത് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, മാർക്കറ്റിൻ്റെ ഏറ്റവും വ്യത്യാസം വരുന്നതെന്ന് പറയുന്നത് പുതിയ സിസ്റ്റമാണ്. പുതിയ സിസ്റ്റം വളരെ ടഫായിട്ടുള്ളൊരു സംഭവമാണ്. അവസാനത്തെ ഒരു അരമണിക്കൂർ എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഓപ്ഷൻ ബയ്യറിനാണെങ്കിലും ഓപ്ഷൻ സെല്ലറിനാണെങ്കിലും ഹെക്ടിക് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് അതെന്ന് പറയുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. ഇതിനെ മാസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 months എങ്കിലും നമ്മൾ ഇതിൻ്റെ മേളിൽ എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. സോ അതിനൊരു പുതിയ സ്ട്രാറ്റജി കണ്ടുപിടിക്കുക എന്നുള്ളതല്ലാണ്ട് ഒരിക്കലും എക്സിസ്റ്റിംഗ് സ്ട്രാറ്റജി കൃത്യമായിട്ട് അത് അവിടെ വർക്ക് ചെയ്യത്തില്ല. സോ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ചുള്ളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുക. അതുവരെ വലിയ ട്രേഡ്സ് ലോസിലേക്കും പ്രോഫിറ്റിലേക്കും കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. നമുക്ക് ആ ഒരു സിസ്റ്റം പഠിച്ച് വരുവാണ്. അതൊന്ന് സെറ്റായി വരുമ്പോഴേക്കും ഞാൻ തന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഡേറ്റ ഞാൻ ഇട്ട് തരാം. അപ്പോൾ മാർക്കറ്റിൻ്റെ ലെവൽസ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ മാർക്കറ്റിൽ കൃത്യമായിട്ട് അവൈലബിൾ അല്ല. അതിൻ്റെ റീസൺ ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ച് ആക്റ്റീവ് ആവുന്നുണ്ടാവും. സ്വിംഗ് ട്രേഡിങ് നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യേണ്ട സ്റ്റോക്സ് ഞാനവിടെ ഓൾമോസ്റ്റ് 10-12ഓളം സ്റ്റോക്സ് നോക്കിയിട്ടുണ്ട്. ആ സ്റ്റോക്സ് എല്ലാം ഒരു 1 to 2% മേളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്ത് നിങ്ങൾക്കത് നോക്കുക എന്നുള്ളതാണ്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.